ഈ ചൂടുകാലത്ത് എന്തായാലും കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസാണ് കേട്ടോ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. പലർക്കും ഇതിന്റെ ഗുണങ്ങളെ പറ്റി അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിന് നമുക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്തത്. പൊട്ടുവെള്ളരിയിൽ ധാരാളം നാരുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കുടിച്ചാൽ തന്നെ നല്ല തണുപ്പുണ്ടാവും, നമുക്ക് നല്ല ദാഹവും മാറും, വിശപ്പും മാറും കേട്ടോ. പിന്നെ ഈ വേനൽക്കാലത്ത് ഉയർന്നിരുന്ന ശരീരോഷ്മാവിനെ നിയന്ത്രിക്കാനും പൊട്ടുവെള്ളരി ജ്യൂസ് നല്ല സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. മാത്രമല്ല ശരീരത്തിൽ നിന്നുള്ള ടോക്സിക്കുകൾ പുറന്തള്ളപ്പെടാനും ഏറ്റവും മികച്ചൊരു മാർഗ്ഗമാണിത്. പിന്നെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഈ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയും ഈ ജ്യൂസ് കൊണ്ട് നന്നായിട്ട് വർദ്ധിപ്പിക്കാനും സഹായിക്കും. പിന്നെ ഇത് നമ്മൾ ചിലവർ ഇത് ഇങ്ങനെ ഈ ഫ്രൂട്ട് ഒറ്റക്കായിട്ട് ഇങ്ങനെ കഴിക്കണവരുണ്ട്. അല്ലാത്തവർ ഞാൻ കാണിച്ചിട്ടുള്ള ഇതിലൊരു 3 ടൈപ്പിൽ ഞാൻ ഈ പൊട്ടുവെള്ളരി ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ കുരുക്കളൊക്കെ കളഞ്ഞെടുക്കുക. അതിന് ശേഷം ഈ തൊലി ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എടുത്താൽ പൊട്ടുവെള്ളരിയുടെ തൊലിയൊക്കെ ഒന്ന് പോകുന്ന കിട്ടും. ഭയങ്കര തിന്നായിട്ടുള്ള തൊലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ എന്താ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുത്താലും പൊട്ടുവെള്ളരി ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ഇത് ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 3 തരം പൊട്ടുവെള്ളരി ജ്യൂസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് പറയുന്നത് നമ്മൾ ആദ്യം കുറച്ച് പൊട്ടുവെള്ളരി ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇങ്ങനെയായിട്ട് നമുക്ക് ഈ പൊട്ടുവെള്ളരി ജ്യൂസാക്കി കുടിക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത് കുറച്ച് പൊട്ടുവെള്ളരി ഇടുക, അതിലേക്ക് കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങ ചെറിയത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഇത് കുടിച്ചാൽ ഇത് നമ്മളൊരു ശർക്കര പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ടുള്ളത് കുറച്ച് പൊട്ടുവെള്ളരി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇതിന് നല്ല ടേസ്റ്റാണ്. ഈ തേങ്ങാപ്പാൽ അടിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.